ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ആ മീറ്ററൊക്കെ വരുന്ന ഹാൻഡിലിൻ്റെ ഭാഗത്തു നിന്ന് നല്ല വൈബ്രേഷൻ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ക്ലച്ച് സൈഡ് ചെറിയൊരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടായില്ല. അതൊക്കെയാണ് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നിയ 1-2 കംപ്ലയിൻസുകൾ. ഓൾറെഡി എൻ്റെ മീറ്ററൊക്കെ ഡാമേജ് ആണ്. ഡിജിറ്റൽ മോഡൽ മീറ്ററാണ്. മീറ്റർ വർക്കിംഗ് അല്ല, ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. പിന്നെ റൈറ്റ് സൈഡ് മിററും ഈ പറഞ്ഞ രീതിയുടെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കില്ല, വെറുതെ കിടന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ അത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അതിനുശേഷം നമ്മൾ വണ്ടി വർക്ക് ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ വളരെ ലെവല് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ആ കൂടി നമുക്ക് 120 മില്ലി ഓയിലാണ് വന്നത്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി പുതിയ ഓയിൽ റീഫിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. വലിയ പഴക്കമായിട്ടൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് പ്രശ്നമില്ല, വലിയ കാര്യമായിട്ട് തോന്നണില്ല. അത് നമുക്കൊന്ന് എയർ അടിച്ച് ആ പൊടിയൊക്കെ കളഞ്ഞൊന്ന് റീസെറ്റ് ആക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും കമ്പനി ബെൽറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും അഴിച്ച് നമ്മൾ കൂട്ടത്തിൽ കൂടെ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന ഓട്ടോ ക്ലച്ചിൻ്റെ ഒരു യൂണിറ്റാണ്. അതും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തേയ്മാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ചെറിയ രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിലവിൽ അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് ഗ്രീസിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന യൂണിറ്റാണത്. അപ്പോൾ നമ്മളതും ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ഒക്കെ സ്മൂത്താണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ലീക്ക്, ചെറിയൊരു നനവിൻ്റെ ഉണ്ട്, പ്രസൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്ക് ഗ്യാസ് അയച്ച് മാറ്റിയിടാം. ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കിയിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഈ ഒരു കേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നിലവിലുണ്ട്. എന്നാൽ അടിയിലത്തെ ഓൾറെഡി വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ടർ വലിച്ചിലാണ് വന്നേക്കണേ. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ കട്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് കേബിളും പൊട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പോകണമാണ് നല്ലത്. തന്നെയല്ല നമുക്ക് ഫ്രണ്ട് ബ്രേക്കാണ്, വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൈയോടെ നമുക്കത് ചെയ്തു പോകാം. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്നുണ്ട്. 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കുന്നത്. നേരിട്ട് നിലവിൽ കംപ്ലയിൻറ്റ് വന്നൊന്നുമില്ല. സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ കാണിച്ചേക്കാം. കാരണം ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ കാണിക്കാം, അതല്ലെങ്കിൽ കുറച്ച് ലൈഫ് കിട്ടിയേക്കാം. എന്തായാലും വലിയ താമസമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കും എന്തെങ്കിലും കേട്ടോ. പിന്നെ മിററിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിറർ വെറുതെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണതാണ് നല്ലത്. ഇതിൻ്റെ ഈ ടൈപ്പ് ബാക്ക് സൈഡിൽ സ്ക്രൂ വന്ന ടൈപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് ഡിയോൻ്റെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ, ഹോണ്ട ഡിയോക്ക് വന്ന മിററാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 2 മിററും കൂടി മാറ്റേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് പിന്നെ റിപ്പീറ്റ് കാണിക്കില്ല. കാരണം അത് ബാക്കിൽ നിന്ന് നമുക്ക് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ബലപ്പെടുത്തി നിർത്താവുന്ന ഒരു സംവിധാനമാണത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ആക്റ്റീവയ്ക്ക് വരുന്നതും ആ മോഡൽ തന്നെയാണ്. നമുക്ക് പഴയ മോഡൽ വണ്ടികളിലാണ് ഈ മോഡൽ മിറർ വന്നത്. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ആ മോഡൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും മാറ്റി വെക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഡിസൈനായി പോകും. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. എയർ ഫിൽറ്റർ മാറ്റിയേക്കണ കൂട്ടത്തിൽ നമ്മൾ പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്.
സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റാനുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ആ 2 കേബിൾ ചേഞ്ച് ചെയ്യാനുണ്ട്. മിററിൻ്റെ കേസ് നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ ഡിയോൻ്റെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ആ രീതിയിലൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. ഏകദേശം നമ്മളൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എത്രയും ഭാഗം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അതേപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ കേസ് ഒന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്റർ ബേസിലാണ് നമുക്ക് വരാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ നമുക്കത് വരുത്തി വയ്ക്കാവുന്നുള്ളൂ. അതും നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. അത് ബാക്കിയത്തെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.